ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മസാല ബോണ്ടയുടെ റെസിപ്പി ആയിട്ട് കേട്ടോ വന്നത്. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ബോണ്ടയുടെ പോലെയുള്ളതല്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബോണ്ടയാണ്. നല്ല ക്രിസ്പി ഒന്നുമല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബോണ്ടയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മസാല ബോണ്ടയുടെ റെസിപ്പി നോക്കിയാലോ? അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടാൻ മറക്കണ്ട. പിന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് മസാല ബോണ്ട തയ്യാറാക്കുന്നത് നോക്കിയാലോ? വീഡിയോ കാണാം. ആദ്യം തന്നെ ഞാനിതിലേക്ക് 3 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തത്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ 2 പീസായിട്ടാണ് കുക്കറിലിട്ടൊന്ന് വേവിക്കുന്നത്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കണം. ചെറിയ പീസായിട്ടൊക്കെ ഉരുളക്കിഴങ്ങ് ബോണ്ടയിൽ കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാടങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു സോസ് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് ചെറിയൊരു നിറം മാറി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് എടുത്തത്. അത് നമുക്കതിലേക്ക് ഇട്ടിട്ട് ഇതിനൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് നിറം മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഏകദേശം ഒരു തണ്ടോളം കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടിയും ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് വഴറ്റി കൊടുക്കാനായിട്ട്. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം മസാലയും ഉരുളക്കിഴങ്ങും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മസാല ബോണ്ടയുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇത് ചൂട് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കൈ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വലിപ്പത്തിനനുസരിച്ച് നമുക്കിത് ബോണ്ടയുടെ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ഫില്ലിങ്ങും ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. മസാല ബോണ്ട തയ്യാറാക്കാനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ മൈദയാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ക്രിസ്പിനെസ് ഒക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും പിന്നെ കടലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ക്രിസ്പിനെസ് ആവശ്യമില്ലാത്തത് കാരണം ഞാൻ മൈദപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മളിവിടെ സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ടയാണല്ലോ തയ്യാറാക്കുന്നത്, അപ്പോൾ നമുക്കത് മതിയാവും. പിന്നെ ഈ ഒരു ബാറ്റർ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു തിക്നെസ്സിലുള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കാം.
ഇപ്പോൾ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല ബോണ്ട തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഞാനൊരു സോസ് പാനിൽ കുറച്ച് ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ബോണ്ടയുടെ ഓരോരോ ബോൾസ് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിനകത്തേക്ക് ഡിപ്പ് ചെയ്യുക. നന്നായിട്ട് ഇതൊന്ന് മാവിൽ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് തിളച്ച എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളുടെ ഉള്ളിൽ മിക്സൊക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. അപ്പോൾ മുകളിലുള്ള ആ മാവ് മാത്രമേ നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ബോണ്ട മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓയിൽ കുടിക്കുന്നൊരു പ്രശ്നം വരുന്നത് കൊണ്ടാണ് ഒരുപാട് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കാത്തത്. ഈ ഒരു പാകത്തിലുള്ള ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുക. അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ കുടിക്കുന്ന ഒരു പ്രശ്നം നമ്മളുടെ ബോണ്ടയ്ക്ക് ഉണ്ടാവില്ല. ചില സമയം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ചില ബോണ്ടകളിലൊക്കെ നന്നായിട്ട് ഓയിൽ കുടിച്ചിട്ട് കാണാറില്ലേ. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് പെട്ടെന്നൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓയിൽ കുടിക്കുന്ന ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോൾസും ഇതേപോലെ ബോണ്ടകളാക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. അങ്ങനെ എൻ്റെ സോഫ്റ്റ് മസാല ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒട്ടും ക്രിസ്പി അല്ല കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. അപ്പം ഇനി സോഫ്റ്റ് ഇഷ്ടമല്ല, നിങ്ങൾക്ക് ക്രിസ്പിനെസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് അരിപ്പൊടിയും കടലപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ആ മാവിനകത്ത് ചേർത്ത് ഇതുപോലെ ഒന്ന് പൊരിച്ചു. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബോണ്ട തയ്യാറാക്കി എടുക്കാം കേട്ടോ. എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ഫില്ലിങ്ങിലുള്ള ബോണ്ട കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ പുതിയ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.